بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യനായ സാഹിബിൻ്റെ പള്ളി മഹല്ല് ഖത്തീബ് ഉസ്താദ് മിദ്ലാജ് ഫാദിലി അടക്കമുള്ള ആദരണീയരായ പണ്ഡിതന്മാർ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹോദരങ്ങൾ, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. മനുഷ്യൻ ദുർബലനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഉദാഹരണങ്ങളെ ഓരോ ദിനവും നമ്മൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ ഒരൊറ്റ രാവ് കൊണ്ട് ഇല്ലാതാക്കപ്പെട്ടവരും ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിലെത്താൻ കഴിയാത്തവരും ഇന്ന് വയനാട്ടിലെ പ്രിയ സഹോദരങ്ങളാണെങ്കിൽ നാളെ നമ്മളാണ്. ഈ ചിന്ത മനുഷ്യ മനസ്സിൽ ഉണർത്തുന്ന ഒരു വർത്തമാന സാഹചര്യത്തിൽ മഹാന്മാരുടെ മദ്ഹിന് വേണ്ടി ഒത്തുകൂടിയതിന് എന്ത് പ്രാധാന്യമുണ്ട് എന്നതിലേക്കുള്ള ഒരു ലഘു വിചാരണയിലേക്കാവട്ടെ നമ്മുടെ ഈ സംഗമം, നമ്മുടെ സംസാരം. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര വലിയ സാങ്കേതിക മികവുകൾ ഉണ്ടായിട്ടും മണ്ണിനടിയിൽ ചെളിയിൽ പൂണ്ടുകിടക്കുന്ന ശരീരത്തെ കണ്ടെത്താൻ മനുഷ്യന്റെ പരമാവധി പരിശ്രമത്തിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴും ഏറെ വൈകുന്നു എന്ന യാഥാർത്ഥ്യം വാർത്താ മീഡിയകൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരാണ്. സാങ്കേതികമായ മികവ് അള്ളാഹു തന്നതാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ഇടപെടൽ നിരന്തരം നമ്മളിൽ നടത്തുന്നു എന്നതും ഈ ദുരന്തത്തിൻ്റെ സമാന്തരമായി തന്നെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കേരളത്തിലെ ജനങ്ങൾ വളരെ ഭീതിജനകമായ അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിലും പ്രളയത്തിൻ്റെ രൂപത്തിലും എങ്ങോ പണ്ട് കേട്ടുകേൾവിയിലും വായനയിലും കഥ പറഞ്ഞോടത്തും കാതുകൂർപ്പിച്ച് കേട്ടിരുന്ന ചെറിയ ചെറിയ ചരിത്ര ശകലങ്ങളിലുമൊക്കെ ഒരു പ്രളയം എന്നൊക്കെ ആ വാക്ക് തന്നെ ഉച്ചരിക്കൽ വളരെ കുറവായിരുന്നു. ഏത് സമയവും ഏതു രൂപത്തിലും ദുരന്തങ്ങൾ പെയ്തിറങ്ങും എന്ന ഒരവസ്ഥയിൽ ഭീതിജനകമായ ഒരു സഞ്ചാരമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതം. അള്ളാഹുവിൻ്റെ കരുണ ഇതിലുണ്ട്. എല്ലാത്തിലും നമുക്ക് പഠിക്കാൻ ഉണ്ടല്ലോ. മനുഷ്യന്റെ കഴിവാണോ? തിരമാലയുടെ ഗാനം എത്ര മനോഹരമായ അള്ളാഹു അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശാന്തമായി കിടന്നിറങ്ങുന്ന ഈ ഭൂമിയുടെ, ഈ കരയുടെ മൗനം മനുഷ്യന്റെ കഴിവല്ല. മനുഷ്യന്റെ കഴിവുകൾക്കപ്പുറത്തേക്ക് എത്രയോ ഉണ്ട്. അല്ലെങ്കിൽ എന്തിനാണ് ആൽബർട്ട് ഐൻസ്റ്റീനും സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ പറഞ്ഞത് ഇനിയും നമ്മൾ കാണാനും കണ്ടെത്താനും 97% ബാക്കി നിൽക്കെ പ്രപഞ്ചം എന്നേ അവസാനിക്കും എന്ന്. അത്രത്തോളം ഇനിയും കാണാൻ കണ്ടെത്താൻ ഉണ്ട്. മനുഷ്യൻ അഹങ്കാരിയാണ്. അവൻ്റെ അടിസ്ഥാനം വളരെ മോശമാണ്. സംസ്കരണമില്ലെങ്കിൽ മനുഷ്യൻ അധപ്പതിക്കുമെന്നത് സുനിശ്ചിതമാണ്. ഏത് കാലം തന്നെയാണെങ്കിലും കാലം തന്നെ സത്യം. അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചിന്ത. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നാണ്. നിങ്ങൾ ഉത്കൃഷ്ടരാകൂ എന്നാണ്. ഉത്കൃഷ്ട സമൂഹമായാൽ, നിങ്ങൾ ഉത്കൃഷ്ടരായാ നിങ്ങളെ അള്ളാഹു ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. നിങ്ങൾ ഉത്കൃഷ്ട സമൂഹമാണ്. അതിൻ്റെ യോഗ്യതയിൽ നിങ്ങൾ എത്തണം. ഉഖ്രിജത്, ആ നിയോഗം തന്നെ ലിന്നാസ്, സർവ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും തന്നെ പ്രയോജനകരം എന്ന് പരിശുദ്ധ ഖുർആൻ. ആയത്തിന് ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ അർത്ഥം പറയാം? കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ നല്ല സമൂഹമാണ്, നിങ്ങൾ നല്ലവരാവണം. ഉഖ്രിജത്, അതൊരു നിയോഗം. ലിന്നാസ്,
സർവ്വജനങ്ങൾക്കും മതഭേദമന്യേ നിങ്ങൾ വലിയ പ്രയോജനം ചെയ്യല, നിങ്ങൾ നന്നാവൽ എന്ന് ഖുർആൻ. അല്ലാമു ലിൽ ഇന്തിഫാഅ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ നിയോഗത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ശരിയായ നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിന്റെ വാചകങ്ങൾ അവന്റെ വീടിന്റെ 4 കോടിയിലുള്ള 25 പിടിച്ചാൽ 25 4 100 വീട്ടുകാർക്ക്, അയൽവാസികൾക്ക് കാവൽ നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുരന്ത ഭൂമികയിലും കാരുണ്യത്തിന്റെ കടാക്ഷമുണ്ട്. അള്ളാഹു ചേർത്ത് പിടിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശം അവന്റെ സൃഷ്ടിയെ തീയിലിട്ട് കരിക്കലല്ല, നരകത്തിന്റെ കഠോരമായ ശിക്ഷയിലിട്ട് ചുട്ടുകരിക്കലല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം. സ്വർഗത്തിന്റെ പൂമെത്തയിലിട്ട് പുന്നാരിക്കല. എന്തിനാണ് 8 കവാടം സ്വർഗത്തെ പടച്ചപ്പോ അവൻ വെച്ചത്? സ്വർഗത്തിലേക്കുള്ള പ്രവേശം. നരകത്തെ നിഷേധിക്കാൻ ഒരു മനുഷ്യന് കഴിയണം. സ്വർഗത്തിന്റെ കവാടം 8ഉം നരകത്തിന്റെ കവാടം 7ഉമേ ഉള്ളൂ. വലിയൊരു സ്വാഗതം ചെയ്യലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ദുരന്തങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി വൽ ഫുൽക തജ്രി ഫിൽ ബഹരി ബിഅംരിഹി വയുംസിക്കുസ് സമാ ഔ തഖഅ അലൽ അർദ്. ഒന്ന് ഉള്ളറിഞ്ഞ് കാണണേ, കാണുന്നില്ലേ? അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർളി, ഭൂമിയിലുള്ള സർവ്വതിനെയും അല്ലാഹു മനുഷ്യർക്ക് നിസ്സാരപ്പെടുത്തിയിട്ടുണ്ട്. പണം വിടർത്തി നിൽക്കുന്ന മൂർഖം ബാബിനെ സരളമായി ഒരാൾ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആശ്ചര്യത്തിന്റെ കാഴ്ച കാണുമ്പോഴും പിന്നിലുണ്ടേ അല്ലാഹുവിന്റെ ഒരു കീഴ്പ്പെടുത്തലുണ്ടേ. അനുസരണയുള്ള ആട്ടിൻകുട്ടിയെപ്പോലെ പാറക്കൂമ്പാരത്തിന് സമാനമായ ദൃഢമായ ശരീരമുള്ള, എങ്ങനെയും എടഞ്ഞാൽ അതിനെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധം ആരോഗ്യമുള്ള, ശൗര്യമുള്ള കാട്ടാനയെ മെരുക്കിയെടുത്തതിന്റെ കാട്ടിലെ സ്വഭാവം പരിപൂർണമായും കളയാവതല്ല. എന്നാലും മനുഷ്യന്റെ കയ്യിലുള്ള ഒരു ചുള്ളിക്കമ്പ് കണ്ടാൽ ആ ചുള്ളിക്കമ്പ് കണ്ടുകൊണ്ട് അനുസരണയോടെ ഓരം പറ്റി അവനോട് ഒരുമി നടക്കാൻ ഒരു കാട്ടാനയുടെ സഞ്ചാരം നാട്ടിലെത്തിയാൽ, ഒരു ഇണക്കമുള്ള ആനയായി ഒരാനയെ കാണുമ്പോ സഖറ അള്ളാഹു കീഴ്പ്പെടുത്തി. കാണുന്നില്ലേ? അള്ളാഹിനെ കുറിച്ച് ഓർക്കാനുള്ളതേ ഇവിടെ ഉള്ളൂ. അത് ഓർമ്മപ്പെടുത്തിയവരുടെ ചാരത്താ നമ്മൾ ഇരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഒരു ബോധ്യപ്പെടലുണ്ട്. ഈ ആകാശഭൂമി, ഇതിൽ നാം കാണുന്നതും കാണാത്തതുമായ എത്രയോ സൃഷ്ടിചരാചരങ്ങൾ വെറുതെ സൃഷ്ടിച്ചതല്ല. ലആയാത്ത്, ഒരുപാട് അടയാളങ്ങളുണ്ട്. ആയത്ത്, ദൃഷ്ടാന്തെന്ന് അലക്കി തേച്ച് പറഞ്ഞതാ. അള്ളാഹു ഉണ്ടെന്നതിന്റെ തെളിവ്, അതാണ് അതിന്റെ മലയാളം. തെളിഞ്ഞു, അള്ളാഹു ഉണ്ടെന്ന് തെളിഞ്ഞു. ദീനരോധനങ്ങൾക്ക് എത്രയോ ആത്മീയമായ രുചിയുണ്ട്. ഒരു വയനാടുകാരന്റെ കഥ കേട്ടാൽ മതി ഒരാൾക്ക് നന്നാവാൻ. അള്ളാഹു എല്ലാം കീഴ്പ്പെടുത്തി തന്നപ്പോഴും അവന്റെ സ്നേഹം എത്രയാ!
പകലന്തിയോളം നമ്മൾ അവനോട് തെറ്റ് ചെയ്യുമ്പോൾ പാതിരാവിന്റെ നിശബ്ദത അല്ലാഹുവിന്റെ കൂടെ നമ്മെ പ്രതീക്ഷിച്ചിരിക്കാ. റബ്ബ് കാത്തിരിക്കുന്നടോ നിന്റെ പകലിലെ തെറ്റൊന്ന് ഏറ്റു പറയുന്നത് കേൾക്കാൻ. അല്ലാഹു പശ്ചാത്താപം കൊടുക്കാൻ കാത്തിരിക്കുന്നു. പാതിരാവിന്റെ നിശബ്ദതയിൽ ആൻഡ്രോയിഡിന്റെ നീല വെളിച്ചത്തിൽ നീ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെ പകലിന്റെ വെളിച്ചത്തിലും അല്ലാഹു കാത്തിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രതീക്ഷയെക്കുറിച്ച് വാചാലനായി സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു കരുണ ചെയ്യട്ടെ, അല്ലാഹു കരുണ ചെയ്യട്ടെ. തിരമാലയിലൂടെ ഇങ്ങനെ കപ്പൽ സഞ്ചരിക്കുക, എത്ര വിപരീതമായൊരവസ്ഥയാണത്. യാത്രാ സുഖം ഒരിക്കലും കിട്ടുന്നില്ലല്ലോ. അലറി വിളിക്കുന്ന തിരമാലയെ അടക്കി നിർത്തുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് അവിടെ. എല്ലാത്തിലും അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. ആകാശം അടർന്നു വീഴാതെ മുകളിൽ ഒരു മേൽക്കൂരയായി, ഒരു സംരക്ഷണ കവചമായി നിൽക്കുക അല്ലാഹുവിന്റെ കൽപ്പനയാത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം ആയത്ത് അവസാനിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യം പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ അതിനുള്ള ബോധം തരട്ടെ. ചില നാടുകളിലേക്ക് റബ്ബിന്റെ പരീക്ഷണം വരും. നിങ്ങൾക്കറിയോ, വയനാട് ദുരന്തത്തിന്റെ ഏകദേശം 3 ദിവസം മുമ്പുള്ള അതിന്റെ ഒരു വീഡിയോ ചിത്രീകരണം ഒരു യൂട്യൂബർ പുറത്തുവിട്ടിരുന്നു. സ്വർഗതുല്യമെന്ന് തോന്നിപ്പോവും അതിന്റെ പച്ചപ്പ്. കളകളാരവം മുഴക്കി അവിരാമം ഒഴുകുന്ന പുഴയുടെ സൗന്ദര്യം നമ്മൾ കണ്ടാൽ പടച്ചവനെ, ഒരു നിമിഷം കൊണ്ടതൊക്കെ അങ്ങനെ ചെളി പുരണ്ട അവസ്ഥയില് വെറും ചെളി കലക്കി ഒഴിച്ച മാതിരി ഒരു വലിയ ഭൂമിക മുഴുവനും അലങ്കോലപ്പെട്ടു പോയി. ആ സൗന്ദര്യം മുഴുവനും നശിച്ചു. ഭൂമി തന്നെ സ്വർഗതുല്യം എന്ന് പറയപ്പെട്ടതിന്റെ സൗരഭ്യങ്ങളെ വയനാടൻ യാത്രകളിൽ നമുക്ക് കാണാൻ കഴിയും. ഭൂമിയെ കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിന്റെ അനന്തരം എന്നാണ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത്. സ്വർഗാവട്ടെ ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നദീസമ്പത്താണെന്ന് ഖുർആൻ. അത് തന്നെ ഭൂമി ആവർത്തിച്ചു. വയനാട്ടിലേക്കുള്ള യാത്രകൾ എത്ര മനോഹരമായിരുന്നു. ഇന്ന് പേടിയാ. ഭൂമിയിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. പഠിക്കാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് കാന ലിസ്സബ്ഇ ഫീ മസ്കനിഹിം ആയത്തുൻ സന്നതാനി അൻ യമീനി വശിമാൽ. സബ് നാടിനെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട് ഖുർആനിൽ. 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് സബ്. വല്ലാത്ത ഒരു നാടാ. ഇപ്പോഴും അതിന്റെ അന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ദുരന്തത്തിന്റെ ബാക്കി പത്രമാ. അറേബ്യൻ ഉപദ്വീപിൽ ഇന്നും മണലാരുണ്യത്തിന്റെ ഭൂമികയെ കാണാൻ കഴിയുന്നതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. സബ് നാട്ടിലെ ഡാം ദുരന്തത്തെ കുറിച്ച് ഖുർആൻ. സബ് നാട്ടിലൊരു ഡാം ദുരന്തമുണ്ടായി. അനുഗ്രഹീതമായ ഒരു പശ്ചാത്തലം സബിനെ കുറിച്ച് വർണ്ണിക്കുക ഖുർആൻ. അവിടെ ഒരുപാട് പഠിക്കാനുണ്ട്. കേരളം ദൈവത്തിന്റെ നാട്, സ്വർഗാണെന്നൊക്കെയാ പറയുന്നത്. സുരക്ഷിതരല്ല കേരളത്തിലെ ജനങ്ങൾ. അതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു, ഉരുൾപൊട്ടൽ ഭീഷണിയില്ലാത്ത ജില്ല ആലപ്പുഴ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്, അത് ഒഴിച്ച്. അത് മാത്രല്ല, പ്രിയമുള്ളവരെ ചിന്തിക്കണേ. സബഇനെ കുറിച്ച് പറഞ്ഞു, 2 വശത്തും വലിയ തോട്ടങ്ങളാ, സമ്പൽ സമൃദ്ധമാണ്. മുഫസ്സിറുകൾ പറയാ, സബഇന്റെ ഒരു വഴിയുടെ അരികിൽ നിന്നും ഒരാൾ ഒരു കാലിക്കുട്ട തലയിൽ വെച്ചിട്ട് ആ വഴിയുടെ അറ്റത്തേക്ക് നടന്നാൽ റോഡിലേക്ക് കുലകുത്തി കിടക്കുന്ന പഴങ്ങൾ കൊണ്ട് കുട്ട നിറയുന്നത് അയാൾ അറിയില്ല. അത്ര സമ്പൽ സമൃദ്ധിയായിരുന്നു. ബൽദത്തുൻ ത്വയ്യിബ. എന്തൊരു നാട്, നല്ലൊരു നാട്. എങ്ങനെ നല്ലതെന്ന് പറയാ? ലൈസ ഫീഹാ സിബാഹ്, അവിടെ ചതുപ്പ് ഭൂമികയില്ല. വലാ ബഊദത്തുൻ വലാ ദുബാബത്തുൻ വലാ ബർഗൂസുൻ വലാ അഖറബ് വലാ ഹയ്യത്തുൻ വലാ ഖുമ്മല. സബയിലെ ജീവിച്ച പെണ്ണിന്റെ തലയിൽ പേനില്ല, കടിച്ചു ഉപദ്രവിക്കുന്ന ഉറുമ്പുകളില്ല, പാമ്പുകളില്ല, തേളില്ല. സബ നാട്ടിലാവട്ടെ മനുഷ്യന് വെറുപ്പുള്ള ഈച്ചകളോ കൊതുകുകളോ ഇല്ല, ഒരിടത്തില്ല.
അങ്ങനത്തെ ഒരു നാട്. ബൽദത്തുൻ ത്വയ്യിബ. എന്താ നാട്ടിൽ സംഭവിച്ചത്? അല്ലാഹുവിനെ അവർ മറന്നു കളഞ്ഞു. ഫഅർസൽനാ അലൈഹിം സൈലൽ ആരിമി. ആ നാട്ടിലെ ഡാം സമ്പത്തിനെ അല്ലാഹു തകർത്ത് കളഞ്ഞു. അൽ ആരിം, അണക്കെട്ട്. സബ് നാട് നാശമായി. കേരളമേ, നിന്നെ ആവർത്തിക്കാനിരിക്കുന്ന ദുരന്തത്തിന്റെ, ഇനി വരാനിരിക്കുന്ന കിരാതമായ അവസ്ഥകളെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നതെല്ലാം മഴ അങ്ങോട്ട് കൂടി അപ്പ വരും. മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ളതായ ചിത്രീകരണങ്ങളും അതിന്റെ വീഡിയോഗ്രാഫി, മറ്റു സംഭവങ്ങളൊക്കെ. എന്നിട്ട് എല്ലാവരും ഒന്ന് ഓർമ്മപ്പെടുത്തും. അള്ളാഹു അധികാരികളുടെ കണ്ണ് തുറപ്പിക്കട്ടെ. 50 ലക്ഷം എന്ന് പറയുന്നു. 50 ലക്ഷം ജനങ്ങളുടെ ശിരസിന്റെ മുകളിൽ പൊട്ടാറായി നിൽക്കുന്ന ഏറ്റവും വലിയ നിശബ്ദതയുടെ ബോംബ്. അല്ലാഹുവേ, നീ കാക്കണേ തമ്പുരാനെ. ഇങ്ങനെയൊക്കെ ഒരവസ്ഥ അള്ളാഹുവിനെ അവഗണിക്കുന്നോടത്ത് കടന്നു വരികയാ. അള്ളാഹുവിനെ അവഗണിക്കുന്നോടത്ത് കടന്നു വരാൻ ലോകത്തിന്റെ അവസ്ഥ എന്താ? ലോകത്തിന്റെ അവസ്ഥ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് പറഞ്ഞിട്ട് അത് അവതരിപ്പിക്കാൻ പോലും സഹാബികൾ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഹദീസ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടത് ആയിഷ റളിയല്ലാഹു അൻഹയാ. അതൊന്ന് പോയി ചോദിക്കാൻ സഹാബികൾ മടിച്ചു. കാരണം അത് അവതരിപ്പിക്കൽ പോലും ചിലതങ്ങനെയാണ്, പറയാൻ വാക്കുകളില്ല. പ്രകൃതിക്ഷോഭങ്ങൾ സാർവത്രികമാകുന്ന കാലത്തെക്കുറിച്ച് അള്ളാന്റെ ഹബീബ് പറയുന്ന വാക്കുകൾ കേട്ട സ്വഹാബി വനിതയോട്, പ്രിയപ്പെട്ട പത്നിയോട് ചോദിക്കാൻ വേണ്ടി ഒരു സ്വഹാബി വര്യൻ ഇമാം ഹക്കീം അവിടുത്തെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قال دخلت على عائشة رضي الله عنها ورجل معها فقال الرجل يا أم المؤمنين حدثينا حديثا عن الزلزلة. പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞൊരു വലിയ ഹദീസ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി അവരുകളെന്ന് പറഞ്ഞാലും ഒരു സ്വഹാബി വരും ചോദിക്കാൻ. അനസ് റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ ഈ സ്വഹാബി ചോദിച്ചുകൊണ്ടിരിക്കുക. ആയിഷ ബി പറഞ്ഞു, ഫഅറദത അൻഹു ബിവജ്ഹിഹാ, മുഖം തിരിച്ചോളഞ്ഞു, അതിനെപ്പറ്റി പറയാനില്ല. ഫഖുൽതു ലഹാ, അദ്ദേഹം അങ്ങ് നിരാശനായി ഇറങ്ങിപ്പോയി. അനസ് തങ്ങൾ പറയാ, ഞാൻ ചോദിച്ചു, യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിഥീനാ അനിസ് സൽസല. പ്രകൃതിക്ഷോഭത്തെ കുറിച്ച് ഹബീബ് പറഞ്ഞ ആരോടും പറയാത്ത ഹദീസ് ഒന്ന് പറഞ്ഞു തരൂ. പറയാണ്, ചെറിയാളല്ല ചെന്നത്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി, 10 വർഷത്തെ ഖാദിം. അനസ് കേട്ടില്ലായിരുന്നു ഈ ഹദീസ് പറഞ്ഞത്. അനസിനോട് പറയാം റളിയല്ലാഹു അൻഹു, അത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട് ആത്മീയമായിട്ട്. കടന്നു ചെന്നു. എന്നിട്ട് മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് കേട്ടാൽ അനസേ ഈസ്ത ഹസീന, മരണം വരെ നിന്റെ മുഖത്ത് നിന്ന് അത് കേട്ടതിന്റെ ഷോക്ക് മാറില്ല. സയ്യിദത്തുനാ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി നിന്നെ പുനർജീവിതത്തിന്റെ അന്ന് കാണേണ്ടി വന്നാലും ദുനിയാവിൽ നീ മുഖം കൊണ്ട് കരിവാളിച്ചു പോയ അവസ്ഥയെ നിന്റെ ആഖിറത്തിലും മാറ്റിയെടുക്കാൻ കഴിയില്ല. അത്ര കഠോരമായ ഒരു ഹദീസാണ് ആ ഹദീസ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ചില അടയാളങ്ങൾ പറയാം, പ്രകൃതിക്ഷോഭങ്ങളുടെ അടയാളങ്ങൾ. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള അടയാളങ്ങൾ കാല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നൽ മർഅത ഇദാ ഖലഅത് സിയാബഹാ ഫീ ഗൈരി ബൈതി സൗജിഹാ, ഭർത്താവ് അല്ലാത്തവരുടെ മുന്നിൽ പെണ്ണ് വസ്ത്രമഴിക്കാൻ നാണം നഷ്ടപ്പെടുന്ന ഒരു കാലം. ഖാല റസൂലുള്ളാഹി, നിർലജ്ജത നൃത്തമാടുന്ന വയനാടിന്റെ ടൂറിസം മേഖലകളിലേക്ക് റബ്ബിന്റെ അദാബ് ഇറങ്ങിയത് പഠിക്കാനുണ്ടെന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പെണ്ണിന്റെ നിർലജ്ജത നൃത്തമാടുന്ന ഭർത്താവിന്റെ മുന്നിൽ അല്ലാത്ത വിധം വസ്ത്രമഴിക്കാൻ പെണ്ണിന് ലജ്ജ നഷ്ടപ്പെടുന്ന കാലം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സുദീർഘമാണ്. എന്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ പഠിച്ചു വെക്കണം. മഹാന്മാർ ഉള്ളിടത്ത് അള്ളാഹുവിന്റെ അദാബിനെ റബ്ബ് തടഞ്ഞു നിർത്താം. 2 പരിഹാരങ്ങളാ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. 2 പരിഹാരങ്ങളാ റബ്ബിന്റെ ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം
വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ട് ഗുണങ്ങളുണ്ടെങ്കിൽ ആപത്തുകൾക്ക് കാവലാം. ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റിന്റെ ചൈതന്യം, പശ്ചാത്താപ ബോധം, അല്ലാതെ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലലല്ല. അങ്ങനെ ഒരു മനോഭാവം തെറ്റായി പോയാൽ തെറ്റിനോടുള്ളതായ വിയോജിപ്പും പ്രതിഷേധവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന അക്ഷരക്കൂട്ടങ്ങളിലൂടെ പ്രകടിപ്പിക്കാനുള്ള മനോഭാവം, അതിനുള്ള തഖ്വ അല്ലാഹു തരട്ടെ. രണ്ടാമത് പറഞ്ഞു വഅതഫീഹിം മഹബ്ബത്തു റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നിഷേധത്തിന്റെ പച്ചവാക്കുകൾ പറഞ്ഞു പോയ പരമനിഷേധികളോട് റബ്ബിന്റെ ശകാര ഭാഷ വന്നതല്ല, അവരെ ഉണർത്തല ഉണ്ടായത്. ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം അള്ളാഹുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫഅംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ. പടച്ചോനെ, മുഹമ്മദ് നബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണെങ്കിൽ ആകാശത്ത് നിന്ന് കല്ല് പെയ്യട്ടെ, നിനക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യേ, ഇത് സത്യമൊന്നുമല്ല എന്ന് റബ്ബിന്റെ മുന്നിൽ അവഗണനയുടെ വാക്കുകൾ തുറന്നു പറഞ്ഞ ഖുറൈശി തറവാട്ടിലെ തമ്പുരാക്കന്മാരോട് സാന്ത്വനത്തിന്റെ വർത്താനം കൊണ്ട് അള്ളാഹു ഒരു പ്രതികരണം നടത്തിയതാ, അങ്ങുള്ളോടത്തോളം അവരിൽ അദാബില്ല. റസൂലുള്ളാഹിയെ കുറിച്ച് പറയാത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വാപ്പ ഈ അടുത്ത ദിവസം മരിച്ചുപോയി. മങ്കൂസ് മൗലൂദ് ഖളാ അല്ല. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ ജീവിതത്തിൽ മങ്കൂസ് മൗലൂദ് ഖളാ അല്ല. വഅൻതഫീഹിം, അല്ലാഹു നമുക്ക് ഹബീബിന്റെ കാവൽ തരട്ടെ. നുബുവത്തിന്റെ പ്രകാശമാണവരൊക്കെയും, അതു മങ്ങിയാൽ കൂരിരുളില നാം ഒക്കെയും. സയ്യിദന്മാർ നുബുവത്തിന്റെ തുടർച്ചയാണ്. മഹാനായ മൗലാന തഴവ അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. ഈ മുഹറം തുടങ്ങിയത് നിങ്ങൾ ചിന്തിച്ചിരുന്നു? മഹാനായ വല്ലപ്പുഴ തങ്ങളുടെ വഫാത്തായിരുന്നു. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ അവരുടെ വഫാത്തായിരുന്നു. എത്രയോ ഉലമാഇന്റെ വഫാത്ത് കൊണ്ടാണ് ഈ മുഹറമിന്റെ പ്രഭാതം തുറന്നു വന്നത്, തുടങ്ങിയത്. അവരുടെ അസാന്നിധ്യത്തിൽ അല്ലാഹുവിന്റെ കോപം പ്രതീക്ഷിക്കാവുന്നതാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. BC 2000 കാലഘട്ടത്തിൽ പരിശുദ്ധ കഅബ ശരീഫിന്റെ പടവുകൾ പണിത് തീർക്കുമ്പോ ലോകത്തിന്റെ ഖലീൽ അള്ളാഹുവിലേക്ക് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. പുല്ലുമുളയ്ക്കാത്ത ഭൂമികയിൽ ചൈതന്യമുണ്ടാവണമല്ല, നാഗരികതയുടെ നാമ്പുണ്ടാവണം തമ്പുരാനെ. ഒരു നാഗരികതയുടെ വിത്ത് പാകിയിട്ട് ചോദിക്കാ, പടച്ച റബ്ബേ, ഇവിടെ ഒരു സമൂഹം വരുമ്പോൾ അവരുടെ സമുദ്ധാരണത്തിന് നിന്റെ ഖുർആൻ ഓതിയിട്ട് ആ വാഗ്ധോരണിയിൽ, ആ വാഗ്വിലാസത്തിൽ ജനങ്ങളിൽ സത്യത്തോടുള്ള താല്പര്യം ഇരച്ചു കയറും വിധം ഒരു പ്രവാചക നിയോഗം വേണമെന്ന് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന മുൻകടന്നതിന്റെ സാക്ഷാത്കാരമേ, മക്കയുടെ വരദാനമേ, മദീനയുടെ മന്നമാരുതരേ, ലോകത്തിന്റെ അജയ്യനായ പ്രഭുവേ, അമീനെ മുജ്തബ ഹബീബേ മുർത്തള നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അല്ലാഹു വല്ലാത്ത ഗുണമാണ് മുഅ്മിനീങ്ങൾക്ക് ചെയ്തത്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, നമ്മുടെ ചങ്കാണ് അല്ല, നമ്മുടെ തുടിപ്പാണ് അല്ല, നമ്മുടെ ജീവനാണ് അല്ല, നമ്മുടെ എല്ലാം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ നഫ്സ് എന്ന് പറയുന്നതെല്ലാം നിങ്ങളുടേത്, അത് മുഴുവനുമാണ്, അതിനപ്പുറമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. കൂടെയില്ലെങ്കിൽ കൂരിരുട്ടിലും പ്രതീക്ഷിക്കണം, കൂരിരുട്ട് നിനക്ക് സംരക്ഷണമാണ്, പുതപ്പാണെന്ന് പറഞ്ഞ ഖുർആന്റെ വചനങ്ങൾ മാറ്റിവെക്കണം, കൂരിരുട്ടിൽ അദാബ് ഇറങ്ങി എന്ന് പറഞ്ഞ വചനങ്ങളെ ചേർത്ത് പിടിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിറന്ന മണ്ണിൽ നിന്നും ഹിജറയുടെ തീഷ്ണമായ അവസ്ഥയിൽ നാട് വിട്ടു പോകുമ്പോ
പിച്ചവച്ച മണ്ണിന്റെ ഒരൽപ്പം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുനീരിൽ ചാലിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് ഗദ്ഗദത്തോടുകൂടെ കഅബയോട് സലാം പറഞ്ഞു പോകുമ്പോ ഒരു ബറക്കത്ത് ആ നാട്ടിൽ നിന്നും നീങ്ങുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان. മക്കയുടെ വരുമാനം മിൻ കുല്ലി മക്കാൻ, മക്കയുടെ വാണിജ്യ വരുമാനം മനുഷ്യർക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനപ്പുറമായിരുന്നുവെന്ന് ഖുർആൻ. എന്നാൽ ഫകഫറത് ബിഅൻഉമില്ലാഹ്, നിലവിൽ അല്ലാഹുവിന്റെ പരകോടി അനുഗ്രഹങ്ങൾക്ക് നേരെ മുഖം തിരിച്ച സമൂഹത്തിലേക്ക് ഫഅദാഖഹല്ലാഹു ലിബാസൽ ജുഅ്, ഹബീബിന്റെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള പ്രയാണത്തിന് ശേഷം മക്കയിൽ കൊടും ദാരിദ്ര്യം വന്നു എന്ന് ഖുർആൻ. രാജസ്ഥാനിലെ അജ്മീരിൽ നിന്നും മഹാനായ വലിയുല്ലാഹി ശിഹാബുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പൊന്നുമോൻ 65 വർഷം ആറ്റുപുറത്ത് വന്നത് ബറക്കത്താ. എത്ര നിഷേധിച്ചാലും അതൊരു ബറക്കത്താ. സാംസ്കാരിക പൈതൃകത്തിന്റെ പച്ച പിടിച്ചു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തെ ലോകം ചർച്ചയാക്കിയത് ഈ ബറക്കത്താ. എന്റെ പ്രിയമുള്ളവരെ, ഷെയ്ഖ് സാദിന്റെ കൊട്ടാരത്തിലേക്ക്, അയാൾ ജനിച്ചു വളർന്ന ആ ഭൂമികയിലേക്ക്, അദ്ദേഹത്തിന്റെ അന്നത്തെ ഉപയോഗിച്ച സാധനങ്ങൾ കാണാനുള്ള മ്യൂസിയത്തിലേക്ക് പോകുമ്പോഴും മുനവ്വർ ഷാ തങ്ങൾ ആറ്റുപുറത്ത് കൊണ്ടുവന്ന ചൈതന്യത്തെ കുറിച്ചും ആ സമയത്ത് ഒരു ചർച്ച പോലും ഈ ഉള്ളവരനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന പലതുമുണ്ട്. നാം കാണുന്ന ഈ മക്കാമിന്റെ ഇന്ന് കാണുന്ന ആത്മീയതയെ സ്ഫുരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് നിറച്ചു തരുന്ന ഈ രൂപമുണ്ടല്ലോ, ആ പഴമയുടെ പൈതൃകമുണ്ടല്ലോ, അതിനും ഒരു കാന്തികമായ ബന്ധം ഒരു ഹൃദയത്തോട് സ്ഥാപിക്കാൻ കഴിയുന്ന മാസ്മരികമായ ഒരവസ്ഥയുണ്ട്. ആലോചിച്ച് നോക്കണേ, പഴയതിന്റെ തിരുശേഷിപ്പിൽ മുനവ്വർ ഷാ തങ്ങളുടെ മിമ്പർ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പലതും നഷ്ടപ്പെടാതെ കൊണ്ട് നടക്കേണ്ടതുണ്ട്. ഏറ്റവും അത്യാവശ്യം ആ മഹബ്ബത്ത് തന്നെയാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാ. ഒരു മഹാൻ കിടന്നുറങ്ങുന്ന മണ്ണിനും മാന്ത്രികമുണ്ട്. എന്റെ വക പറഞ്ഞതല്ല. ഒരു മഹാൻ യാദൃച്ഛികമായ ഉമറിന്റെ ഖബർ പരിശുദ്ധ റൗളയുടെ അകത്ത് വന്നതല്ല. റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് ഖബറിന് ഇടം ചോദിക്കുന്നു ആയിഷ ബീവിയോട്. സ്വഹീഹുൽ ബുഖാരി അൻ അംർ ഇബ്നു മൈമൂൻ അൽ അദവി റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിന്റെ മരണവേളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ബുഖാരി ആവർത്തിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു. ആ സമ്മതം കൊടുക്കലിനും അപ്പുറം ആയിഷ ബീവിയോട് അള്ളാഹുവിന്റെ നിർദ്ദേശം നേരത്തെ ഉണ്ട്. ഹബീബിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഖബറിന് ഇടം കൊടുക്കണം ആയിഷ. ഒരു ഹദീസ് കേട്ടോളൂ. ഇമാം തബറാനി അവിടുത്തെ അൽ മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ ബീവിയുടെ സ്വപ്നം മടിത്തട്ടിലേക്ക് 3 വലിയ നക്ഷത്രങ്ങൾ അടർന്നു വീഴുന്ന പാതിരാവിന്റെ കുളിർമ. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, ആയിഷ നിന്റെ കിടപ്പ് മുറിയിലേക്ക് മഹാന്മാരായ 3 പേരുടെ ഖബർ വരാനുണ്ട്. ആ 3 പേര് ഒന്നാമത്തെ ഖബറിന്റെ ഉടമയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ മറവ് ചെയ്യപ്പെട്ട ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്നത്തെക്കുറിച്ച് ആയിഷ ബീവി പറയുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖൈറു അഖ്മാരിക്കി, മടിയിൽ വീണ 3 നക്ഷത്രങ്ങളിലെ ഏറ്റവും നമ്പർ 1 നക്ഷത്രമായി ഇപ്പോൾ ഖബറിലെത്തിയത് ഇനി 2 എണ്ണമുണ്ട്. ആയിഷ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു മഹാൻ കിടക്കുന്ന മണ്ണവിടം കൊണ്ട് പവിത്രത നിറയുന്ന റൗളാ ഷരീഫിന്റെ മുന്നിലൂടൊന്ന് വെറുതെയല്ല ദജ്ജാൽ അങ്ങോട്ട് കടക്കാത്തത്. ഒരു മഹാൻ കിടന്നുറങ്ങുന്ന മണ്ണ്, മറ്റൊരു നാട്ടിലേക്കും ദജ്ജാലിന് പ്രവേശനമില്ല. ആ മഹാൻ പിച്ചവച്ച മണ്ണ. എന്നാൽ കേട്ടോളൂ, മുനവ്വർ ഷാ ഉറങ്ങുന്ന മണ്ണ് ബറക്കത്ത. അല്ലാഹു അവിടുത്തെ ദറജയേറ്റട്ടെ റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ
അൽ മതാലിബുൽ ആലിയ ഫി ബയാനി കൈഫിയത്തുൽ ഇന്തിഫാഇ ബി സിയാറത്തിൽ ഖുബൂരി വൽ മൗത എന്ന വിശ്രൂത ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അവസാനിപ്പിക്കട്ടെ, ഒരു മഹാനെ നമ്മൾ സിയാറത്ത് ചെയ്യാൻ ചെന്നു. ഒരു മഹാനെ സിയാറത്ത് ചെയ്യാൻ ചെന്നു. ആ സമയത്ത് ഇന്നൽ ഇൻസാന ഇദാ ദഹബ ഇലാ ഖബ്രി ഇൻസാനിൻ ഖവിയ്യിൻ നഫ്സി കാമിലുൽ ജവാഹിർ, ഖബറിൽ കിടക്കുന്ന ആളോട് ചേർന്ന് നിൽക്കുമ്പോ ഖബറിൽ ആ മയ്യത്ത് വെച്ചിരിക്കുന്ന മണ്ണിൽ നിന്നും ഈ മഹാന്റെ പുണ്യം പ്രകാശരൂപത്തിൽ ചെന്ന് നിൽക്കുന്ന ആളുടെ ഖൽബിലേക്ക് മഹാന്മാരുടെ ജീവിതവും മരണവും ഒരുപോലെ മുന്നിൽ പോയി നിന്നാ മതി. ഒരു കറയോ അടയാളമോ കൈയുടെ ഫിംഗർ പ്രിന്റ് പോലും പതിയാത്ത വളരെ തെളിഞ്ഞു നിൽക്കുന്ന കണ്ണാടിക്ക് നേരെ സമാനമായ മറ്റൊരു കണ്ണാടി തിരിച്ചു വച്ചാൽ എത്ര വലിയ പ്രകാശത്തിന്റെ റിഫ്ലക്സ് ആണോ സംഭവിക്കുന്നത്, അതുപോലെ ഖബറിൽ കിടക്കുന്ന മഹാന്റെ ഒരു വെളിച്ചം അടുത്ത് വന്ന് നിൽക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് പകരും എന്ന് പറയുന്നത് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തെ കിടയറ്റ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുപോലെ പറയാൻ പറ്റാത്ത വലിയ മുഫസ്സിർ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ അൽ മതാലിബുൽ ആലിയത്തി ഫീ ബയാനി കൈഫിയത്തുൽ ഇന്തിഫാഇ ബി സിയാറത്തിൽ ഖുബൂരി വൽ മൗത എന്ന് പറയുന്ന കിതാബിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. അപ്പൊ ഒരു മഹാന്റെ മുന്നിൽ പോയി നിന്നാ മതി. ആ മഹാന്റെ കവല അള്ളാഹു തരട്ടെ. അള്ളാഹു മഹാന്മാരെ കൊണ്ട് പ്രയോജനം എടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരു മഹാന്റെ സാന്നിധ്യം അത് റബ്ബിന്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനും കാരണം. അതിന്റെ തർബിയത്ത് അത് അതിലേറെ പ്രാധാന്യമുള്ളതാ. ആ തർബിയത്ത് നമുക്ക് ഓരോരുത്തർക്കും നിർബന്ധ. ആ മഹാന്റെ മഖാമ് തർബിയത്ത്, ആ മഹാൻ ചെയ്തു കൂട്ടിയ ജീവിതത്തിന്റെ സുഹൃതങ്ങളുടെ തർബിയത്ത്, അതിന്റെ തുടർച്ച, അത് ശേഷം വരുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമായി പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഫർദായ ഒരു ഉത്തരവാദിത്തമാണ്. ആ തർബിയത്ത് നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.